ഇതിനിത്തിരി ഗൗരവമൊന്നും മറ്റു കേസുകളെ പോലെ ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസിൽ വലിയ വാർത്തകൾ ഉണ്ടാക്കുന്നൊഴിച്ച് വലിയ ഗൗരവമൊന്നും ആരും കൊടുത്തിട്ടില്ല എന്നുള്ള സത്യം. അതിന് ഉദാഹരണമായിട്ട് എന്താ നടികൾ, യുവ നടികൾ, അൻസിബ അടക്കമുള്ളവർ, പിന്നെ നടിയല്ലാത്ത മാലാ പാർവതി, പിന്നെ നടന്മാരിൽ കുറച്ച് പേര് അതിൽ ടിനി ടോം അടക്കമുള്ളവരൊക്കെ സത്യത്തിൽ ഷൈൻ ടോം ചാക്കോയെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അവർ പറഞ്ഞതിനെ പലരും തെറ്റിദ്ധരി, ഈ 3 പേരും പരിശോധിക്കും, 3 പേരുടെ അഭിപ്രായങ്ങളും തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അൻസിബ പറയുന്നത് എന്താ, അയ്യോ കുറ്റം, ഇത് അദ്ദേഹത്തിന് ശിക്ഷിക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ടിനി എന്താ പറഞ്ഞിരിക്കുന്നത്, എന്ത് ചെയ്താലും എല്ലാവരും അമ്മയുടെ നെഞ്ചത്ത് കയറുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, കേസെടുക്കുന്നതിലോ അല്ല കാര്യം, ഒരാളുടെ പേരിൽ കേസെടുത്തത് കൊണ്ട് ആ ശീലം ഇല്ലാതാകുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇവിടെ അമ്മ എന്ന സംഘടനയിലെ മെമ്പറാണ് ഷൈൻ ടോം ചാക്കോ. വിൻസി അലോഷ്യസ് മെമ്പർ ആണോ എന്ന് നമുക്കറിയില്ല, കാരണം അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയാവുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം അമ്മയിലെ മെമ്പർമാരാണ്. അവരൊക്കെ ഷൈൻ ടോം ചാക്കോയെ സംരക്ഷിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് എന്താ, പരാതി ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? സംഘടനയ്ക്ക് പരാതി കൊടുത്തു. സംഘടനയ്ക്ക് കുറേ പരാതികൾ വന്നിട്ടുണ്ട്. ഏതിനൊക്കെ പരിഹാരം കണ്ടു, എത്ര എണ്ണം കാണാതെ കിടക്കുന്നു ഒക്കെ നമുക്കറിയാം. മാത്രമല്ല, നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു കമ്മിറ്റി അല്ല അമ്മയ്ക്കുള്ളത്. അങ്ങനെയില്ലാത്ത കമ്മിറ്റിക്ക് എന്ത് അധികാരം? പിന്നെ എന്തുകൊണ്ട് അമ്മയുടെ നെഞ്ചത്ത് കയറുന്നുള്ള ചോദ്യത്തിന് എന്താ, ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്കൊരു വീടുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, മകനുണ്ട്, കുടുംബമുണ്ട്, അവരോട് ചോദിക്കില്ലേ നിങ്ങളുടെ ഭർത്താവ് എന്താ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കില്ലേ? അപ്പം ആദ്യം ചോദിക്കുന്നത് ഞാനുമായി ബന്ധപ്പെട്ടവരോട് തന്നെയായിരിക്കും. അമ്മ എന്നുള്ള സംഘടന താരങ്ങൾക്ക് മാത്രമുള്ള സംഘടനയാണ്, ടെക്നീഷ്യന്മാർക്കുള്ളതല്ല. അതുകൊണ്ടാണ് താരമായ ഷൈൻ ടോം ചാക്കോ തെറ്റ് ചെയ്തു എന്ന് ബോധ്യം വന്നിട്ടല്ല സംസാരം എന്നുള്ളപ്പോൾ അമ്മയോട് പരാതി കൊടുത്തത്.